ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 3-pin ടോപ്പ് കണക്റ്റിംഗ് ആണ്. ഇതൊരു 6 ആമ്പിയറിൻ്റെ 3-pin ടോപ്പാണ്. നമ്മളതെങ്ങനെ പ്രോപ്പറായിട്ട് കണക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൽ സ്ക്രൂസുകളെല്ലാം അഴിക്കണം. മൂന്ന് പോയിന്റുകളുണ്ടാവും. ഇവിടെ അകത്ത് എഴുതിയിട്ടുണ്ട് L, N. ഇവിടെ ന്യൂട്രൽ കൊടുക്കുക, ഇവിടെ ലൈൻ കൊടുക്കുക. ലൈൻ മീൻസ് നമ്മൾ റെഡാണ് ഇവിടെ കൊടുക്കുന്നത്. ബേസിക്ക് ലൈൻ എപ്പോഴും റെഡായിരിക്കും, ന്യൂട്രൽ ബ്ലാക്ക് ബ്ലൂ ആയിരിക്കും, എർത്ത് ഗ്രീൻ ആയിരിക്കും. അപ്പം അത് വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. അതിന് മുന്നേ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എർത്താണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റെഡ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് നമ്മൾ ലൈനിലായിരിക്കും കൊടുക്കുന്നത്. അതായത് റൈറ്റ് സൈഡിലായിരിക്കും ലൈൻ എപ്പോഴും വരുന്നത്. ഏതൊരു സ്വിച്ച് ബോർഡിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും സപ്ലൈ കാണിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ബ്ലൂ കൊടുക്കുക. ബ്ലൂ എപ്പോഴും നമ്മൾ ന്യൂട്രലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ആംബിയർ കറക്റ്റ് പ്രോപ്പർ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ 3-pin ടോപ്പ് കൂടെ കൊടുക്കാവൂ. AC-ക്ക് 6 ആമ്പിയറിൻ്റെ 3-pin ടോപ്പ് കൊടുക്കാൻ പറ്റില്ല, കാരണം AC-ക്ക് 16 ആമ്പിയറിൻ്റെ 3-pin ടോപ്പ് തന്നെ വേണം. അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വോൾട്ടേജ് എടുക്കുന്ന ആമ്പിയറുകൾ എടുക്കുന്ന 3-pin ടോപ്പുകൾക്ക് അതായത് 3-pin ടോപ്പ് തന്നെ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ അത് പ്രോപ്പർ ആവുള്ളൂ, അല്ലെങ്കിൽ ഹീറ്റ് ആവും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അതിന് ശേഷം റെഡും ബ്ലാക്കും എല്ലാം കണക്ട് ചെയ്ത് ഇനി നമ്മൾ സ്ക്രൂസ് ഇടാൻ പോവാണ്. പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്ക്രൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിവതും നമ്മൾ ഇടാതിരിക്കരുത്. നമ്മൾ ഒരു പിടുത്തമാണ്, കാരണം പെട്ടെന്ന് ആ ഒരു വരിയിൽ ചിലപ്പോൾ ഇതെല്ലാം വലിഞ്ഞ് പോവാതിരിക്കാൻ ഒറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ടൈറ്റ് ചെയ്യുക. നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. വലിച്ചു കഴിഞ്ഞാലും പോകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ.